ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്നു അല്ലേ? എൻ്റെ ഭാര്യ അവിടെ ഇരിക്കണം കേട്ടോ. അന്ന് കൂടിയതാ, ഇപ്പോഴും പോയിട്ടില്ല, കൂടെ തന്നെ ഉണ്ട്. ആ അതല്ലേ പറഞ്ഞേ, അന്ന് കൂടെ ആണെങ്കിൽ വഴി കെട്ടി ഇപ്പോഴും പോയിട്ടില്ലല്ലേ, കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ബാംഗ്ലൂർ ഞങ്ങളൊരു 3 മാസത്തോളം ഉണ്ടായിരുന്നു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് സത്യമായിട്ട് കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിച്ചത്. ആകെ 600 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ദൈവാനുഗ്രഹിച്ച് ഭാര്യയ്ക്ക്, അല്ല അന്ന് ഭാര്യയില്ലായിരുന്നു, ചേർത്തുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നല്ലൊരു കാര്യം പറയണ്ടോ, അവളെ ഒക്കാഴ്ചയിൽ കയറ്റിയതുണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടായി. അങ്ങനെ അവിടെ കുറേ നാൾ കിടന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ സൗദിക്ക് പോയി. നമ്മൾ അപ്പം ബാംഗ്ലൂരിൽ വണ്ടി വിട്ടു. പിന്നെ അവിടെ വീട്ട് കാര്യമൊന്നും, അവൾ പോയി, പിന്നെ നമ്മളവിടെ ഇങ്ങനെ നടക്കണം. അതിന് ശേഷം ഞാൻ ഡൽഹിക്കാണ് പോയി. അല്ല, ഡൽഹി അല്ല, ബോംബെയിൽ അമ്മാവനൊക്കെടാ. നമ്മളോട് കാര്യങ്ങളൊക്കെ നീ ഓർമ്മണ്ടായിരിക്കാം. ഒരു 3 മാസത്തോളം ബോംബെയിലെ പ്രൈവറ്റ് കുട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയാം, നേഴ്സിംഗ് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. പ്രൈവറ്റ് കുട്ടി എന്ന് പറയുന്നത് നേഴ്സിംഗ് കെയർ, പൈസ കിട്ടും, പിന്നെ നമ്മളെ കഴിയുന്ന പോലെ വർക്ക് ചെയ്യണം. അങ്ങനെ കുറേ നാൾ വർക്ക് ചെയ്തു. ഭാര്യ അവിടെ ഒക്കാഴ്ചയിൽ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയം അവിടെ നിന്ന് അവൾക്ക് ഡൽഹി അപ്പോളോയിൽ ജോലി കിട്ടി. അവിടുന്ന് ഡൽഹിയിലോട്ട് പോയി. പിന്നെ ഞാൻ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ ചെന്നു. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് അവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ഗൾഫ് വാറിന് ശേഷം കുവൈറ്റ് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ വന്ന സമയം, I don't think you will remember that. ആ സമയത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഫസ്റ്റ് ബാച്ചിൽ കുവൈറ്റിന് ആദ്യമായിട്ട് ഞാൻ അവിടുന്ന് പോയി. അതിനുമുമ്പ് ദൈവാനുഗ്രഹിച്ച് ഇവിടെ സൗദിക്ക് കയറുന്നത് കൊണ്ട് അതിനിടയ്ക്ക് മാനേജായിട്ട് കളിക്കാണ്ട് കേട്ടോ. പുരസ്കാരമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എങ്കിലും ദൈവാനുഗ്രഹിച്ച് 2 വീട്ടിനെയും ഒടുപ്പിച്ച്, കാരണം ഇപ്പോഴും ഉള്ള തന്നെ ഉണ്ട്. അവൾ ആദ്യം സൗദിക്ക് പോയി. അവൾ സൗദിക്ക് പോയി 3 മാസത്തിന് ശേഷം ഞാൻ കുവൈറ്റിൽ പോയി. 2 വർഷം കഴിഞ്ഞല്ലേ? 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ അവളെ സൗദിയിൽ നിന്നും പറക്കി ഞാൻ കുവൈറ്റിൽ കണ്ടു. പിന്നെ അപ്പറേ കിടക്കുന്ന ഒരു കാര്യമൊന്നും ഇല്ല, അതൊന്നും ശരിയാവില്ല. അവിടെ ഒരു 4 വർഷം വർക്ക് ചെയ്തല്ലേ. 5 വർഷം കുവൈറ്റിൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് UK ഇപ്പം 20 വർഷമായി, 21 വർഷം UK 21 വർഷമായി. ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നു. 2 മക്കളാണ് ഞങ്ങൾക്ക്. മൂത്ത മോള് ഈ മാർച്ചോടുകൂടി അവരുടെ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്യും. ദൈവം ഞങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അവർക്ക് പോസ്റ്റിംഗ് വാങ്ങിയിട്ടുണ്ട്. 2 വർഷത്തേക്ക് അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മോനും തീരും അവൻ്റെ എക്കണോമിക്സാണ് പഠിക്കുന്നത്. അവന് തീരും ഈ മാർച്ച് ഏപ്രിലോടുകൂടി അവൻ്റെ കോഴ്സ് പൂർത്തിയാവും. ദൈവനായ ഹോപ്പ്ഫുള്ളി അവരൂടെ അത് ജോലി കിട്ട് ഞങ്ങൾ ലീവ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ഒത്തിരി ദൈവാനുഗ്രഹമാണ് ഉണ്ടായ ഒരു കപ്പളാണ് ഞങ്ങൾ. പറയാൻ പറ്റും സമ്മതിച്ചല്ല, എടാ പാമ്പ് ഉച്ചിയെ കഴിഞ്ഞാൽ കഴിക്കാൻ പോകുന്ന പണ്ടാരം പോട്ടെ. നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഒന്ന് പിരിഞ്ഞ്, നമുക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട്. കുഴപ്പമില്ല, ചുറ്റി തന്നെ ഇപ്പോൾ കേട്ടോ. നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. അന്ന് പോലെ ആ ബാച്ചില് നിങ്ങൾക്കെല്ലാം അറിയാം,
പലർക്കും പല കമ്പനികളും ഉണ്ടായിരുന്നു. പക്ഷേ ആ കമ്പനികളിൽ ഞങ്ങളുണ്ടായിരുന്ന ആ ഒരു ഭാഷ അന്ന് വിവാഹം എന്നൊരു കൂതാശ വഴി ഒന്നിച്ച് ഞങ്ങൾ ഉണ്ടാക്കും അല്ലേ വരാനുള്ള അതിപ്പോഴും തുടർന്നു, നല്ല രീതിയിൽ തുടർന്നു. ഹോപ്പ്ഫുള്ളി വിൽ കണ്ടിന്യൂ.